മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു ഫഇന്നഹു ഐസറു ലിഹിസാബികും വസിനു അൻഫുസകും ഖബല അൻ തുസനു. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് വിചാരണ എന്നുള്ളത്. ആ വിചാരണ ലഘുവാകാൻ വേണ്ടി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നാളെ പരലോകത്തുള്ള വിചാരണയ്ക്ക് മുമ്പ് തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾ നിങ്ങളെ സ്വന്തമായി വിചാരണ ചെയ്യണം. കാരണം അത് നിങ്ങളുടെ നാളത്തെ പാരത്രികമായ ലോകത്തിന്റെ വിചാരണയ്ക്ക് അത് എളുപ്പമായി തീരും. ഓരോ ദിവസവും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓരോ ആഴ്ചയും ഒരു റെക്കോർഡ് പുസ്തകം വെക്കുമായിരുന്നു എന്നാണ് ചരിത്രം. കാരണം ഓരോ ദിവസത്തെയും സൽക്കർമ്മങ്ങളും തിന്മകളും ജീവിതത്തിൽ ചെയ്തു പോയ കാര്യങ്ങൾ മുഴുവനും അതിൽ രേഖപ്പെടുത്തിയിട്ട് വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനകത്ത് പരിശോധിക്കും, ഞാൻ ഈ ആഴ്ചയിൽ ചെയ്ത തിന്മകൾ എന്തൊക്കെയാണ്, നന്മകൾ എന്തൊക്കെയാണ്. എന്തെങ്കിലും ഒരു തിന്മയുടെ എന്തെങ്കിലും ഒരു പൊട്ടുപൊടിയെങ്കിലും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഭവിച്ചു പോയെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തിൽ ആഞ്ഞാൻ അടിക്കുമായിരുന്നു. എന്റെ ആ തിന്മ ചെയ്തു ഉമറെ എന്ന് ചോദിച്ചിട്ട് സ്വന്തമായിട്ട് ചാട്ടവാറ് കൊണ്ട് ശരീരത്തിൽ ആഞ്ഞാഞ്ഞടിക്കുന്ന പ്രകൃതമായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത്രത്തോളം നമുക്കറിയാം. സ്വഹാബിമാർ പറയുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശരീരം മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി സ്വഹാബത്ത് വസ്ത്രം നീക്കി നോക്കുമ്പോൾ ശരീരത്തിൽ മുഴുവൻ കറുത്ത പാടുകളായിരുന്നു. ഇതിന്റെ പേര് സ്വന്തമായിട്ട് വിചാരണ ചെയ്തിട്ട് ഒരുപാട് തിന്മയൊന്നും ചെയ്തിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് എന്തെങ്കിലും ചെറിയൊരു തെറ്റിന്റെ പേരിൽ സ്വന്തം ശരീരത്തിൽ വിചാരണ ചെയ്തിട്ട് സ്വന്തമായിട്ട് അടിച്ചതിന്റെ പാട് ആ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു നമ്മോട് പറയുന്നത്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ വിചാരണ ചെയ്യുന്നതിന്, അള്ളാഹുവിന്റെ വിചാരണ നേരിടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ദുനിയാവിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു, ഇന്ന് ഞാൻ ആരെയൊക്കെ പരദൂഷണം പറഞ്ഞു, ഏഷന് പറഞ്ഞു, എന്തൊക്കെ തിന്മകളാണ് എന്ന് ചെയ്തത്. നാം കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയെങ്കിൽ ഇസ്തിഗ്ഫാർ പറഞ്ഞ് പാപമോചനം തേടിക്കൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും കടന്നു പോകേണ്ടത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വസിനു അൻഫുസകും ഖബല അൻ തുസനു. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ നന്മയുടെയും തിന്മയുടെയും തുലാസുകൾ, നിങ്ങളുടെ നന്മകളെയും തിന്മകളെയും തൂക്കി നോക്കുമ്പോൾ ആ തൂക്കി നോക്കുന്ന നിങ്ങളുടെ നന്മയുടെ തട്ട് അല്ലെങ്കിൽ തുലാസ്, അതിന്റെ ഭാരം കൂടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ദുനിയാവിന്റെ ലോകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ നന്മകളെ നിങ്ങൾ തൂക്കി നോക്കണം. ഞാൻ എത്രത്തോളം നന്മകളാണ്